ഇന്ന് ഡിസംബർ 31. പൊതുവെ നമ്മൾ കാണുന്നത് ഇതൊരു പുതിയ വർഷം തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ പഴയ വർഷം അവസാനിച്ചു, നാളെ തൊട്ട് എല്ലാം മാറുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ആക്ച്വലി ഒരു ഡിസംബർ 31 എന്ന് പറയുന്നത് വരാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. ഇന്നലെ വരെ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾക്കുള്ളത്, അത് തന്നെയാണ് നാളെ വരാൻ പോകുന്നത്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണോ നിങ്ങൾക്ക് ഇന്നുള്ളത്, അത് തന്നെയാണ് ഡെഫിനറ്റ്ലി നാളേക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു ഇയർ എൻഡ് കൊണ്ട് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലല്ല ബ്രെയിൻ എപ്പോഴും ആലോചിക്കുന്നത്. അതിനെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു മന്ത്, ഇയർ, അല്ലെങ്കിൽ വീക്ക്, അല്ലെങ്കിൽ ബർത്ത്ഡേ ടു ബർത്ത്ഡേ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിസംബർ 31 എന്ന് പറയുന്ന ഒരു ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നതും, ജാൻ 1 എന്ന് പറയുന്നത് പുതിയ പല കാര്യങ്ങളും തുടങ്ങാൻ ചിന്തിക്കുന്നതും ഒക്കെ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്. അതിനൊരു പെർട്ടിക്കുലർ ഡേയോ വീക്കോ മന്തോ ഇയറോ ഒന്നും തന്നെ ഇല്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണ് ഇതിനെ ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു മന്ത് ആയിക്കോട്ടെ ഇയർ ആയിക്കോട്ടെ, അതിനെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ഞാൻ അടുത്ത ടേമിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, എൻ്റെ അടുത്ത മൈൽ സ്റ്റോൺ എന്താണ് എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. എല്ലാ വർഷവും ഡിസംബർ 31 അല്ലെങ്കിൽ ഇയർ എൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എഴുതുന്നൊരു കാര്യമുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ജേണിയാണ്. അത് ഒന്നും തന്നെ പുതുതായിട്ട് ഉണ്ടാവാനോ പഴയത് നശിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല. ജസ്റ്റ് ഒരു കലണ്ടർ മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നാളെ തൊട്ട് നമ്മൾ എന്താണ് മാറേണ്ടത്, എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് ഒരു ഡിസംബർ 31 ഒരു ജാൻ 1 ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു നവംബർ 25 അല്ലെങ്കിൽ ജൂലൈ 15 ജൂൺ 18 ഒക്കെ തന്നെ ഇത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയുക, നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നു, നമ്മുടെ മൈൻഡിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന പോലെ സെറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ എന്നുള്ള രീതിയിലും, ഡെഫിനറ്റ്ലി ഒരു കലണ്ടർ ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു സന്തോഷത്തിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ അവെയർ ആവേണ്ട ഒരു കാര്യമുണ്ട്. സമയം എന്ന് പറയുന്ന ഒരു സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയം കുറഞ്ഞു വരികയാണ്. ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ആ ഒരു പോസിറ്റീവ് ചിന്ത, അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റീവ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഇയറാണ് നിങ്ങൾ കണക്കൂട്ടുന്നെങ്കിൽ ആ ഇയറിൽ നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക്, എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാതെ പോയത്, എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ട് നേടാതെ പോയത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നേടാനുള്ള പരിപാടികൾ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.